തെയ്യങ്ങളുടെയും തിറകളുടെയും നാടായ കണ്ണൂരിന് വിശ്വാസപരമായി ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അണ്ടല്ലൂർ എന്ന ഗ്രാമത്തിന് പറയാനുള്ളത്. തലശ്ശേരി താലൂക്കിൽ ധർമ്മടം പഞ്ചായത്തിൽപ്പെട്ട ഗ്രാമമാണ് അണ്ടല്ലൂര്. അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന ധർമ്മടം ഗ്രാമത്തിന്റെ മറ്റു 3 ഭാഗങ്ങളിലും പരസ്പരബന്ധിതമായി ഒഴുകുന്ന പുഴകളാണ്. വയലേലകൾ നിറഞ്ഞ അണ്ടല്ലൂരിലെ ഭൂമി കാർഷിക പ്രാധാന്യം നിറഞ്ഞ പ്രദേശമാണ്. ആ കാർഷിക പ്രദേശത്തിന്റെ നെറുകയിലാണ് അണ്ടല്ലൂർക്കാവ് സ്ഥിതി ചെയ്യുന്നത്. എരിഞ്ഞിയും ആലവും ചെമ്പകവും കൂവളവും കാഞ്ഞിരവും നിറഞ്ഞ ഒരു വിശാലമായ മേടപ്പറമ്പ്. അണ്ടല്ലൂർക്കാവും അവിടത്തെ ഉത്സവാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആ ഗ്രാമവാസികളുടെ ജീവിതം. ജാതിമത വർഗവർണ്ണ ഭേദമന്യേ ഒരു ഗ്രാമം മുഴുവനും എതിരേൽക്കുന്ന ഒരു വലിയ ആഘോഷം. ഏതു നാട്ടിൽ പോയാലും അണ്ടല്ലൂർക്കാവിലെ ഉത്സവം കൂടാൻ ആ നാട്ടുകാരൻ കടൽ കടന്നായാലും എത്തും. അതാണ് അവിടുത്തെ വിശ്വാസം. കുംഭം 1 മുതൽ 7 വരെയാണ് അണ്ടല്ലൂരിന് ഉത്സവകാലം. ആചാരാനുഷ്ഠാനങ്ങളുടെ വ്യത്യസ്തത കൊണ്ട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയതാണ് അണ്ടല്ലൂരിന്റെ രീതികൾ. ഉത്സവം ആരംഭിച്ചാൽ അണ്ടല്ലൂരുകാർക്ക് വ്രതമാണ്. ജാതിമത സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വ്രതമെടുത്ത് ഉത്സവത്തിൽ പങ്കുചേരും. ഈ ദിവസങ്ങളിൽ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ ഭക്ഷണ രീതി പോലുമുണ്ട് അണ്ടല്ലൂരുകാർക്ക്. അതുവരെ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ച പാത്രങ്ങളും സാധനങ്ങളും എല്ലാം മാറ്റി പുതിയവ വാങ്ങിയാണ് വ്രതം ആരംഭിക്കുക. ഇതിനെ കലം മാറ്റുക എന്ന് പറയും. അണ്ടല്ലൂരുകാരുടെ വിരുന്ന് പോലും ഏറെ വ്യത്യസ്തമാണ്. ഉത്സവ ദിവസങ്ങളിൽ വീട്ടിലെത്തുന്ന അതിഥികൾക്ക് നൽകുന്നത് അവിലും മലരും പഴവുമാണ്. വിരുന്നുകൂടാതെ അണ്ടല്ലൂരുകാരുടെ വസ്ത്രരീതിയും വ്യത്യസ്തമാണ്. ഉത്സവകാലം പിറന്നാൽ രാപ്പകൽ ഭേദമന്യേ അണ്ടല്ലൂർ ഗ്രാമത്തിൽ വെള്ള വസ്ത്രധാരികളെ കാണാം. വെള്ള ബനിയനും തോർത്തും ധരിച്ച് പുരുഷന്മാരും കുട്ടികളും മുതിർന്നവരും ആൾക്കൂട്ടങ്ങളായി ഉണ്ടാകും. അണ്ടല്ലൂർക്കാവിലെ ദൈവത്താറിന്റെ വ്രതനിഷ്ഠരായ സഹചാരികളാണിവർ. മറ്റെങ്ങുമില്ലാത്ത രീതിയിൽ രാമായണ കഥ ഇവിടെ തെയ്യാട്ടമായി ആവിഷ്കരിക്കുന്നു. രാമായണത്തിലെ സുന്ദരകാന്ഡത്തിലും യുദ്ധകാന്ഡത്തിലും പ്രതിപാദിക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയവയാണ് അവ. ശ്രീരാമസങ്കല്പമായ ദൈവത്താറാണ് ഇവിടത്തെ പ്രധാന ആരാധനാമൂർത്തി. കുംഭം 1-ാം തീയതി കാവിൽ കയറി 2-ാം തീയതി ചക്കക്കൊത്തൽ ചടങ്ങോടുകൂടി അണ്ടല്ലൂർക്കാവിൽ ഉത്സവത്തിന് തുടക്കമാകും. 3-ാം തീയതി രാത്രി മേലൂർ മണലിൽ നിന്നും ഓലക്കുട ക്ഷേത്രത്തിലെത്തും. ഓലക്കുട ക്ഷേത്രത്തിലെത്തിയാലാണ് തെയ്യാട്ടങ്ങൾക്ക് തുടക്കമാവുക. അടുത്ത ദിവസം രാവിലെ അതിരാളവും മക്കളും പുറപ്പെടും. അത് സീതയും ലവകുശന്മാരും എന്നാണ് സങ്കല്പം. അതോടൊപ്പം മലക്കാരി, പൊന്മകൻ, പുതുച്ചേകോൻ, വേട്ടേക്കുരുമകൻ, തൂവക്കാലി, നാഗകണ്ഠൻ, നാഗഭഗവതി തുടങ്ങിയ തെയ്യങ്ങളും ഇറങ്ങും. 4-ാം തീയതി സന്ധ്യയോടെ പ്രധാന ആരാധനാമൂർത്തിയായ ദൈവത്താർ അണിയറയിൽ നിന്നും മുഖത്തെഴുത്തും ചമയങ്ങളോടുകൂടി പടിഞ്ഞാറേ തറയിലേക്ക് എഴുന്നള്ളുന്നു. അവിടെ പീഠത്തിലിരുന്ന് ദൈവത്താർ പൊന്മുടി ചാർത്തുന്നു. ഇത് ശ്രീരാമ പട്ടാഭിഷേകം എന്നാണ് സങ്കല്പം. ദൈവത്താർ തിരുമുടി വെച്ച ശേഷം അങ്കക്കാരൻ, ബപ്പൂരൻ എന്നീ തെയ്യങ്ങളോടുകൂടി വില്ലുകാരുടെ അകമ്പടിയോടെ കാവിൽ വലം വെക്കുന്ന ചടങ്ങുണ്ട്. വ്രതമെടുത്ത പുരുഷന്മാരും ആൺകുട്ടികളും കാരണവന്മാരും അതിൽ പങ്കെടുക്കുന്നു. ഇവിടത്തെ പ്രധാന ചടങ്ങായ ഈ വലം വെക്കലിന് മെയ്യാളം കൂടുക എന്നാണ് പ്രാദേശികമായി പറയുന്നത്. പുരുഷന്മാരും ആൺകുട്ടികളും വ്രതമെടുക്കുന്നതിന് കുളുത്താറ്റുക എന്നാണ് ഇവിടെ പറയുക. കുളുത്താറ്റിയ ഇവരാണ് വാനരപ്പട എന്ന സങ്കല്പത്തിൽ അറിയപ്പെടുന്നത്. 3 പ്രദക്ഷിണം പൂർത്തിയാക്കി പരിവാരങ്ങളോടുകൂടി ദൈവത്താറും അങ്കക്കാരനും ബപ്പൂരനും കൊട്ടിലിലേക്ക് എഴുന്നള്ളുന്നു. അവിടെ മണിക്കിണറിൽ മുഖദർശനം നടത്തൽ ചടങ്ങുണ്ട്. പിന്നീട് 3 തെയ്യങ്ങളും താഴേക്കാവിലേക്ക് എഴുന്നള്ളുന്നു. ഇത് സീതയെ വീണ്ടെടുക്കാൻ ലങ്കയിലേക്ക് പോകുന്നതായാണ് സങ്കല്പം. നിറയെ മരങ്ങളും വള്ളികളും കുറ്റിക്കാടുകളും ചെറിയ തറകളും ചേർന്ന പ്രദേശമാണ് താഴേക്കാവ്. ഇത് രാമായണ കഥയിലെ ലങ്കയിലെ അശോകവനമായി കണക്കാക്കുന്നു. അങ്കക്കാരൻ തെയ്യത്തിന്റെ ആട്ടം അരങ്ങേറുന്നത് ഇവിടെ വെച്ചാണ്. മേലേക്കാവിൽ ശ്രീരാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ എന്നീ ദൈവങ്ങളുടെ സാന്നിധ്യം ഇവിടെ വിശ്വസിക്കപ്പെടുന്നു. ദൈവത്താർ ശ്രീരാമനും ലക്ഷ്മണൻ അങ്കക്കാരനും ഹനുമാൻ ബപ്പൂരനുമാണിവിടെ. ചില തെയ്യങ്ങൾ മുടികിരീടം മാത്രം മാറി മാറി ധരിച്ച് കലാശം ചവിട്ടുന്നവരാണ്. ഉച്ചയ്ക്ക് മുമ്പായി ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധപ്രതീതിയോടുകൂടിയുള്ള തെയ്യാട്ടമാണ്. രാവിലെ ഇറങ്ങുന്ന ചെറിയ ബപ്പൂരനാണ് ബാലി സുഗ്രീവ യുദ്ധത്തിൽ മധ്യസ്ഥം വഹിക്കുന്നത്. ബപ്പൂരൻ ഇടപെടുന്നതോടുകൂടി യുദ്ധം നിർത്തി 2 പേരും രഞ്ജിപ്പിലെത്തുന്നു.
4-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ചടങ്ങുകൾ ഒരേപോലെയാണിവിടെ. 7-ാം നാൾ ഉത്സവം സമാപിക്കുന്നത് ഒരു വർഷത്തേക്കായുള്ള ഊർജവും സംഭരിച്ചാണ്. പിന്നെ അണ്ടല്ലൂരുകാർക്ക് വീണ്ടും അടുത്ത വർഷത്തിലേക്കുള്ള കാത്തിരിപ്പാണ്. വിശ്വാസങ്ങളുടെ എല്ലാ മേഖലകളും നമുക്ക് കാട്ടിത്തരുന്ന അണ്ടല്ലൂർക്കാവ് എന്നും അഭിമാനത്തിന്റെ നെറുകയിലെ ഒരു പൊൻതൂവലാണ്.